അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഈ പ്രേതം, റൂഹാനി ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും പ്രേതമുണ്ടോ? എന്താണ് പ്രേതം? ഇങ്ങനെയൊക്കെ കുറേ ആളുകൾക്ക് സംശയം തോന്നാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രേതം, നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഗോസ്റ്റ്, മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് പ്രേതം. അപ്പോൾ ഈ ഹൊറർ പാറ്റേണിൽ അല്ലെങ്കിൽ പേടിക്കുന്ന പാറ്റേണിൽ വരുന്ന കഥകൾ, ഇപ്പോൾ ഡ്രാക്കുള പോലുള്ള സിനിമകൾ, വാമ്പയർ അധിഷ്ഠിതമായിട്ട് രക്തം ഊറ്റി കൊടുക്കുന്ന യക്ഷി പോലുള്ള ആളുകൾ അധിഷ്ഠിതമായിട്ടുള്ള ചില സിനിമകൾ, അല്ലെങ്കിൽ അങ്ങനത്തെ നോവലുകൾ, ഇപ്പോൾ ഡ്രാക്കുളനെ കുറിച്ചുള്ള നോവലുകൾ, ഇനി അതേപോലെ തന്നെ നമ്മൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ അതിൽ പറയുന്ന ഈ കള്ളിയങ്കാട്ട് നീലി, അതേപോലെ പലതരം ചാത്തൻ, മാടൻ, അങ്ങനെ പലതരം അങ്ങനത്തെ വിശ്വാസങ്ങളുണ്ട്. അതായത് പ്രേതം മനുഷ്യൻ മരിച്ചതിന് ശേഷം പ്രേതമായിട്ട് ആത്മാവായിട്ട് വന്ന്, അതേപോലെ നമ്മളെ ഇടയിൽ തന്നെ ആത്മാവ് ഈ പാലകളിൽ ജീവിക്കുക, മനുഷ്യൻ്റെ ആത്മാവ്, അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ട് മനുഷ്യൻ്റെ ഇടയിൽ തന്നെയുള്ളൊരു വിശ്വാസം. അപ്പം ഇതിൽ നമ്മളിപ്പോൾ പല പൗരാണികമായിട്ടുള്ള പല വിശ്വാസങ്ങളുണ്ട്. ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലുള്ള വിശ്വാസങ്ങൾ, ഹിന്ദുക്കളിലുള്ള വിശ്വാസങ്ങൾ, മുസ്ലിങ്ങളിലുള്ള വിശ്വാസങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ പൊതുവേ നമ്മളെ കേരളത്തിലൊരു ബ്രാഹ്മണിക്കൽ സംസ്കാരം അല്ലെങ്കിൽ ഒരു ഹിന്ദു സംസ്കാരത്തിൻ്റെ കൂടുതൽ ഇതുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ വിശ്വാസം നമുക്ക് ഭയങ്കര ഉറച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ബുക്സുകളായാലും ശരി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയാലും ശരി, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നോവലിൽ ഒരു ഹൊറർ പരിപാടി തന്നെ ഉണ്ട്. അതൊരു പേടിപ്പിക്കുന്ന ശാസ്ത്രം, പേടിപ്പിക്കുന്ന സാഹിത്യം ഉണ്ട്. അതേപോലെ ഇനി സിനിമകളും കഥകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഉണ്ട്. ഭയങ്കരമായിട്ടുള്ള പേടിപ്പിക്കുന്ന തരം പ്രേതങ്ങൾ പെട്ടെന്ന് സ്ക്രീനിലേക്ക് ചാടി വന്ന രീതിയിലുള്ള പ്രേതങ്ങൾ, ആളുകൾക്ക് പ്രേതം കൂടിയിട്ട് എക്സോറിസം ചെയ്യുന്നതായിട്ടുള്ള എക്സോറിസം, അതായത് ആഭിചാരങ്ങൾ ചെയ്യുന്നതായിട്ട്. അതേപോലെ തന്നെ നമ്മൾ തന്നെ പലതരം വിശ്വാസങ്ങളുണ്ട്. മൂങ്ങകൾ, വവ്വാലുകളൊക്കെ നമ്മൾ അടിസ്ഥാനമാക്കിയിട്ട് നമ്മളെ ചില വിശ്വാസങ്ങളുണ്ട്, ചില അടയാളങ്ങളുണ്ട്. പിന്നെ നമുക്ക് മുത്തശ്ശി കഥകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഈ മുത്തശ്ശി കഥകളിലൊക്കെ വരുന്ന കുറേ തരം ഇതുണ്ട്. ഇപ്പം അത് നമ്മൾ അറബിക് കഥകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊക്കെ ഈ ജിന്ന്, പിശാജ് എന്നുള്ള ഒരു രീതിയിലായിരിക്കും ആ കഥകൾ നോക്കുക. നേരെ മറിച്ച് നമ്മളെ കേരളീയ പശ്ചാത്തലം അല്ലെങ്കിൽ ഇന്ത്യൻ പശ്ചാത്തലത്തിലൊക്കെ വരികയാണെങ്കിൽ അതധികം യക്ഷി, ആത്മാവ്, അങ്ങനെയുള്ള പല രൂപത്തിലേക്കും പോകാം. ഇത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുന്ന നമ്മൾ ബ്രാം സ്റ്റോക്കറുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഡ്രാക്കുള, അതൊക്കെ ആ ഭാഗത്തുള്ള രീതിയിലുള്ള ഇംഗ്ലീഷ് ഇത്. അത് പല രാജ്യത്തും പലതരം വിശ്വാസങ്ങളുണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഇങ്ങനെ ഈ യക്ഷികൾ, ചില മരങ്ങൾ, ആൽമരങ്ങൾ, യക്ഷി പാർക്കുന്ന പാലമരങ്ങൾ, ഇങ്ങനത്തെ പല കള്ളിപ്പാല, അങ്ങനത്തെ പല വിശ്വാസങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രേതമുണ്ടോ ഇല്ലേ എന്നുള്ളതിനൊരു ചർച്ചയുണ്ട്. ശാസ്ത്രീയമായിട്ട് പ്രേതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു വിശ്വാസമാണ്. അതായത് പ്രേതം ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. മനുഷ്യന് തോന്നുന്ന തോന്നലുകൾ, മാനസികാവസ്ഥ, ഇപ്പോൾ ചില ആളുകൾക്ക് ആങ്സൈറ്റിയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് ചില സമയങ്ങളിൽ മനുഷ്യന് തോന്നുന്നതാണ്. പിന്നെ അതുപോലെ മനുഷ്യന് ഭയം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയപ്പെടുത്തുന്ന വികൃത രൂപത്തിലുള്ള, അല്ലെങ്കിൽ വികൃതമായിട്ടുള്ള മുഖഭാവത്തിലുള്ള, അല്ലെങ്കിൽ ദംഷ്ട്രകൾ നീട്ടി മനുഷ്യനെ ചോര കുടിക്കുന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ മനുഷ്യനെ മുറിവേൽക്കുന്ന രൂപത്തിലുള്ള ഒരു ഇതായിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിനെ പേടിക്കും. അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ മനുഷ്യൻ പേടിപ്പിക്കുന്ന നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അതേപോലെ പേടിക്കുന്ന ഒരു സാധനമാണ് പാമ്പ്. മനുഷ്യനെ ആക്രമിക്കുന്ന, മുറിവേക്കുന്ന, എന്നാൽ കണ്ടാൽ തന്നെ മനുഷ്യനെ പേടിക്കുന്ന, ശരീരത്തിലൂടെ ഇഴഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള മനുഷ്യനെ പേടിപ്പിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ മനുഷ്യനെ പേടിപ്പിക്കുന്ന വേറൊരു കാര്യമാണ് പേപ്പട്ടി വിഷം. ഇതിപ്പോൾ നമ്മൾ പട്ടിക്ക് റാബീസ് ഉണ്ട്, അതായത് അതിന് പേവിഷ വന്നതിൻ്റെ ശേഷമുള്ള ഒരവസ്ഥ നമുക്ക് പേടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രേതം, പാമ്പ്, അതേപോലെ ഈ പട്ടി, നായി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും പേടിയായിരിക്കും. പ്രത്യേകിച്ച് ദംഷ്ട്രകളൊക്കെ നീട്ടി അങ്ങനത്തെ ഒരു രൂപത്തിൽ നമ്മളെ ഇടയിലുള്ളത് കൊണ്ട് തന്നെ നമുക്കതിനെ പേടിയായിരിക്കും. ആ ഒരു ആംഗിളിലും കൂടി നമുക്കതിനെ പേടിയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ പ്രേതം പൊതുവെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു ആംഗിൾ ആയതുകൊണ്ട് തന്നെ അതിനൊരു ശാസ്ത്രീയമായിട്ട് മനുഷ്യൻ്റെ തോന്നലുകളാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രശ്നങ്ങളെ മനുഷ്യനെ അഭിമുഖീകരിക്കാനുള്ള
ഓരോ കാരണങ്ങളായിട്ട്, ഇപ്പം പ്രേതം കൂടി, അവൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവനക്ക് എന്തെങ്കിലും മാനസിക ഒരു ഇത് വരുമ്പോൾ ഒരു പ്രേതം കൂടി എന്ന് പറയുന്ന പോലത്തെ ഒരു കൺസെപ്റ്റായിട്ടാണ് അതിനെ ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. അതായത് ഒരു സ്പിരിച്വൽ പൊസിഷൻ, നമുക്ക് തോന്നലുകൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ തോന്നലുകൾ, നമുക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ പ്രേതമുണ്ട് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ചില സമയത്തുണ്ടാകുന്ന തോന്നലുകൾ, പ്രത്യേക ശബ്ദങ്ങൾ, പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ രൂപപ്പെട്ട് വരുമ്പോൾ ഇത് പ്രേതത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറാണ്. അതായത് ഇപ്പം നമ്മൾ സെമിത്തേരി അല്ലെങ്കിൽ കബറിസ്ഥാന് അല്ലെങ്കിൽ മനുഷ്യനെ ഇതേപോലെ അടക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ മുമ്പ് എവിടെയെങ്കിലും പ്രേതബാധയുള്ള വീടുകൾ, ഇങ്ങനത്തെയൊക്കെ ആളുകൾ പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ സെമിത്തേരിൻ്റെ അടുത്ത് കൂടെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യല്ലോ. നമുക്ക് ഇരുട്ട്, പിന്നെ പ്രത്യേക ശബ്ദങ്ങൾ, നമ്മളെ മനസ്സിലുള്ള ആ സമയത്ത് വരുന്ന തോന്നലുകൾ, ഇതൊക്കെ ചേർന്നിട്ട് നമുക്കൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ആ ഭയത്തിനെ ഇരട്ടിപ്പിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ശാസ്ത്രം ഇത് അവതരിപ്പിക്കുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് അമൃതമായൊരു സാധനം, അതായത് അത് അനശ്വരമായ സാധനമാണ്. അപ്പോൾ ഒരു ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിനെ കൃത്യമായിട്ട് അടക്കി ആത്മാവിന് മോക്ഷം അല്ലെങ്കിൽ ശാന്തി ലഭിച്ചു, ആ ആത്മാവ് പോയി മോക്ഷത്തിലേക്ക് പോകുന്ന രീതിയിലാണ് ഹിന്ദു വിശ്വാസം അവതരിപ്പിക്കുന്നത്. ഇനി അതിൽ തന്നെ അതായത് ദുർമരണങ്ങൾ സംഭവിച്ച ആത്മാവ്, അല്ലെങ്കിൽ നമുക്ക് ഇച്ഛകൾ പൂർത്തിയാക്കാത്ത ആത്മാവ്, അല്ലെങ്കിൽ അദമ്യമായ ആഗ്രഹങ്ങൾ പൂർത്തിയാവാതെ മരിച്ച ആത്മാവ് ഒരു മോക്ഷം ലഭിക്കാതെ, ശാന്തി ലഭിക്കാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. അതേപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള മരണം, അപകട മരണങ്ങൾ, അവിചാരിത മരണങ്ങൾ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഇവർ നിയമപ്രകാരമുള്ള ശ്രാദ്ധം, പിണ്ടൊക്കെ വെച്ചു, വർഷാവർഷങ്ങളിൽ പിണ്ടൊക്കെ വെച്ചു, അങ്ങനെയൊക്കെ ആത്മാവിന് മോശം കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രാദ്ധം ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മാവ് മോക്ഷം പ്രാപിക്കും. അങ്ങനെ ആ ഭൂമിയിൽ അലഞ്ഞു തിരിയാതെ അവർ വേറൊരു ലോകത്തേക്ക് മോക്ഷം കിട്ടിപ്പോകും എന്നാണ് ഹിന്ദു വിശ്വാസം. ഈ ക്രിസ്തീയ വിശ്വാസപ്രകാരം മരിച്ചാൽ ആത്മാവ് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്ന ഒരു രീതിയാണുള്ളത്. എന്നാൽ ചില കത്തോലിക്ക സഭയിലെ ചില വിശ്വാസപ്രകാരം ആത്മാവിനൊരു ശുദ്ധീകരിക്കപ്പെടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി ദൈവകൃപ നേടിയ ആളുകൾ ശുദ്ധീകരിക്കപ്പെട്ടു പോകും, അല്ലാത്തവർ ചിലപ്പം ഭൂമിയിൽ ഉണ്ടാവാം, അങ്ങനെ പറഞ്ഞു തരുന്ന ഇതുണ്ട്. പക്ഷെ ബൈബിൾ ശരിക്കും പറയുന്നത് മരണശേഷം ആത്മാവ് ഭൂമിയിൽ തുടരില്ല എന്നാണ്. എവിടെയാണോ അതിൻ്റെ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആത്മാവ് പീഡിക്കപ്പെടുന്നതാണ് പറയുന്നത്. ഇനി ഇതിൽ എന്നാലോ നമുക്ക് ക്രിസ്തീയമായിട്ട് അങ്ങനെ കുറേ കഥകളുണ്ട്. ഇപ്പം ക്രിസ്ത്യൻ ഒരു ഇതിൽ പറയുന്ന കഥകൾ, ഇപ്പോൾ ഡ്രാക്കുളൻ്റെ കഥകളും ആത്മാവ് സഞ്ചരിക്കുന്ന രൂപം ഒരാളിലേക്ക് പ്രവേശിപ്പിച്ച് അതിനും അങ്ങനെ ആക്കുന്ന പല കഥകളും നമ്മൾ ക്രിസ്തീയ ആ ഭാഗങ്ങളിൽ നമുക്ക് വരുന്നതായിട്ട് കാണാം. ഇനി ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് അയാളെ ഖബറടക്കുക എന്നുള്ളത് ഒരു മൂമിനിൻ്റെ, ആ നാട്ടിലുള്ള എല്ലാവരുടെയും നിർബന്ധമായ കാര്യമാണ്. അതിൽ ഒരാൾ ചെയ്താൽ മറ്റുള്ളവർ ആ കുറ്റത്തിൽ നിന്ന് മോചിതനാവും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിൽ പെട്ടെന്ന് ഖബറടക്കുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. അപ്പം അതിന് പറയുന്നത് വെച്ചാൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ റൂഹും പിടിച്ചിട്ട് ഒരു മലക്ക് ഇങ്ങനെ അവരുടെ ശരീരത്തിൻ്റെ അടുത്തേക്ക് നിൽക്കും. എന്നിട്ട് നമ്മളതിനെ ഖബറിലേക്ക് കൊണ്ടുപോയി ഖബറിൽ വെച്ച് തലക്കിനോതുന്ന സമയത്ത് ഇതിനെ കൊണ്ടുപോകപ്പെടും. അതായത് ബർസഖ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുക. നല്ലതാണെങ്കിൽ ഇല്ലീനിലേക്കും, അല്ലാത്ത മോശം ആളുകളുടെ ആത്മാവ് സിജിയിലേക്കും പോകും. അവിടെ പിന്നെ ആ ആത്മാവ് തുടരും. അതായത് അന്ത്യനാളിൽ ഇസ്രാഫിൽ രണ്ടാമത്തെ സൂറെന്ന കാലത്തിൽ ഊതുന്ന സമയത്താണ് അത് അവിടെ നിന്ന് രണ്ടാമത് ജനിച്ചു വരിക. മനുഷ്യൻ അവൻ്റെ ഖബറിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് ഈ ആത്മാവ് ബർസഖിൽ നിന്ന് പോയിട്ട്, അല്ലെങ്കിൽ ഇല്ലയിലോ സിജിയിലോ ഉള്ള ആത്മാവ് പോയിട്ട് ഇവരുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ച് നാളെ പരലോകത്തെ ഹാജരാക്കപ്പെടും എന്നുള്ള രീതിയിലാണ് ഇസ്ലാം ഇതിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒരിക്കലും ആത്മാവ് ഭൂമിയിൽ തുടരില്ല. അപ്പോൾ റൂഹാനി എന്ന് പറയുന്നത് ശരിക്കും മരിച്ച ആളുടെ ആത്മാവല്ല. നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് പടച്ചോൻ ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും ഏർപ്പാടാക്കും. ജിന്ന് പിശാച്, അതായത് മനുഷ്യന് കരീൻ എന്ന് പറയുന്നൊരു ജിന്നാണ്. അത് മനുഷ്യന് ദുർബോധം നടത്തും. മലക്ക് മനുഷ്യന് നേരായ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ആരുടേതാണ് കേൾക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മലക്കുകളുടെ ലോകത്തേക്ക് പോകും. അത് പിന്നെ ഇവിടെ ഭൂമിയിൽ തുടരുന്നില്ല, മലക്കിൻ്റെ ലോകം വേറെയാണ്. നേരെ മറിച്ച് ഈ ജിന്ന് നമ്മളെ കരീന് ഇവിടെ തന്നെ തുടരും. കാരണം ജിന്നുകളുടെ രോഗം ഭൂമി തന്നെയാണ്.
അപ്പോൾ അവർക്ക് ആ കരീനമാണെന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ റുഹാനി അല്ലെങ്കിൽ അങ്ങനെ ഉദ്ദേശിക്കുന്നത് ഒരു പിശാച് തന്നെയാണ്. അല്ലാതെ മനുഷ്യൻ്റെ ആത്മാവ്, പ്രേതം ഒരിക്കലും ഒരാളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിൽ തുടരൂല. അങ്ങനെ പേടിപ്പിക്കുന്ന ഒരു പരിപാടി ഇല്ല. അത് വേറൊരാളെ ശരീരത്തിൽ ഒരിക്കലും കയറൂല. സൂറത്തുൽ മുഅ്മിനീനിൽ 99-100 ആയത്തുകൾ പടച്ചോൻ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മരണം വന്നു കഴിയുമ്പം എന്നെ തിരിച്ചയക്കണേ എന്ന് ആത്മാവ് പറയും. അപ്പം ഇസ്ലാമികമായിട്ടുള്ള വിശ്വാസപ്രകാരം ഒരിക്കലും ആത്മാവ് ഭൂമിയിൽ തുടരില്ല. അത് ഖുർആനും വ്യക്തമാക്കിയിട്ടുണ്ട്, ഹദീസുകളും അത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഈ പ്രേതം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ആത്മാവ് തുടർന്നിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രേതമില്ല. അത് നമുക്ക് ഇപ്പം സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയൊക്കെ വരുന്നത് നമുക്ക് പൈശാചിക പ്രശ്നങ്ങളാണ്. നമുക്കിപ്പം ഈ റുഹാനി എന്ന് പറയുന്നതിനൊരു പൈശാചിക പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും പറയും പ്രേതം കൂടി ആത്മാവ് കൂടി അവർ മറ്റേ ആളെ പോലെ സംസാരിച്ചു, ഇവരെ പോലെ സംസാരിച്ചു എന്ന് പറയുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ ആ കരിയിൻ്റെ കയറ്റമായിരിക്കും, ഇന്നാളുടെ കരിയിൻ്റെ കയറ്റം, അല്ലെങ്കിൽ അയാളുടെ തന്നെ ആത്മാവിൻ്റെ, അയാൾക്ക് തോന്നുന്ന രീതിയിലുള്ള അയാളുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളായിരിക്കും. അതല്ലാതെ നമുക്ക് പ്രേതം എന്ന് പറയുന്ന അല്ലെങ്കിൽ റൂഹ് ഒരിക്കലും ഭൂമിയിൽ തുടരുന്നില്ല എന്നുള്ളതാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. ഇനി മാത്രമല്ല ശാസ്ത്രീയമായിട്ടും അത് തന്നെയാണ് കാഴ്ചപ്പാട്. ഇനി അത് ക്രിസ്തീയമായിട്ട് അങ്ങനെ തന്നെയാണ് ബൈബിൾ കാഴ്ചപ്പാട്. പിന്നെ ഹിന്ദു വിശ്വാസപ്രകാരം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആത്മാവിന് മോക്ഷം കിട്ടാത്ത ആത്മാക്കൾ ഭൂമിയിൽ തുടരും. അതേപോലെ പിന്നെ ഇതേപോലെ ദംസ്ട്രകൾ നീട്ടി ചോര കുടിക്കുന്ന അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് നമ്മളെ ഇസ്ലാമികമായിട്ടില്ല. അതിന് പൈശാചികമായിട്ടുള്ള ചില രൂപങ്ങൾ മനുഷ്യൻ്റെ രക്തം ഊറ്റി കുടിക്കുന്നതൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒരു പ്രേതം അല്ലെങ്കിൽ ആത്മാവ് എന്നുള്ള കൺസെപ്റ്റല്ല നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലല്ല. അത് പൈശാചിക പ്രശ്നം, പിശാച്, ജിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭൂമിയിൽ എന്തായാലും പിശാചും ജിന്നും ഉള്ളതായിട്ട് നമുക്കറിയാം. അത് തെളിയിക്കപ്പെട്ടതും കൂടിയാണ്. അപ്പോൾ ഖുർആൻ, ഇസ്ലാം അത് തെളിയിക്കപ്പെട്ടതാണ്. ശാസ്ത്രം തെളിയിക്കുക എന്നുള്ള എല്ലാവരും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ഖുർആൻ കൊണ്ട് തെളിയിക്കപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ നമുക്കതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂഹ്, അതായത് ആത്മാവ് ഭൂമിയിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ ഇസ്ലാം എതിരാണ്. അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിനില്ല. അപ്പോൾ നമ്മൾ അറിവുകൾ കൃത്യമായി ഉണ്ടാവുക എന്നുള്ളതൊരു പ്രധാന കാര്യമാണ്. അപ്പോൾ അതിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. കൃത്യമായ അറിവുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.